എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ എല്ലാ തവണയും ആക്റ്റീവായിട്ട് വീഡിയോ ഇടണം, ചാനൽ ഭയങ്കര റീച്ചിലേക്ക് കൊണ്ടുപോകണം, ഞാൻ ഇതിനകത്തൊരു മാസ്മരി വേണം, കിടില് വേണം എന്നൊക്കെ ഞാൻ ചിന്തിക്കും. പക്ഷെ ഒന്നും സംഭവിക്കാറില്ല. അതുകൊണ്ട് 2026 നമ്മൾ വ്യക്തമായ പ്ലാനോടുകൂടി വന്നിരിക്കുകയാണ്. ഞാൻ ഇത്തവണ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ കുറെ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കും എന്നുള്ളതല്ലാതെ ഇതൊന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല. എന്നാൽ ഈ തവണ കൃത്യമായ വിഷനോട് നമ്മൾ വർക്ക് ചെയ്യുകയും ആ വിഷൻ അടുത്ത വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ പരിപാടി. സോ എന്റെ വിഷൻ ബോർഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കുക കേട്ടോ. ഈ വിഷനിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേരുന്നതെന്ന് ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാം. അപ്പൊ ആദ്യം നമുക്ക് വിഷനിലേക്ക് പോവാം. അപ്പോൾ കൃത്യമായിട്ടുള്ള വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അല്ല, അതല്ല, ഇപ്പുറത്ത് വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിഷൻ ബോർഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ ഒരു സാധനമൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. 2025 കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു തൊലഞ്ഞ വർഷമായിരുന്നു ഈ 2025. മാനഹാനി, ശാരീരിക അസ്വസ്ഥത, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുതലായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ നേരിട്ടൊരു വർഷമാണ് 2025. വളരെയധികം പ്ലാനുകളോട് തുടങ്ങിയതാണെങ്കിലും അതിമ്യാസ്മരികമായ സാധനങ്ങൾ വളിപ്പോയി. അപ്പൊ നമ്മൾ ഈ 2026 വരുമ്പോഴത്തേനും ഞാൻ കുറച്ച് വിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഒന്നാമത്തെ സാധനം, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ഫോളോ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഒന്നാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ, നമുക്കൊക്കെ ഒരു ശീലമുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളെ ഭയങ്കരമായിട്ട് വിശ്വസിക്കും, നമ്മുടെ ഫ്രണ്ട്സിനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കും. പക്ഷെ ഈ അവന്മാരെല്ലാം ആടപടല പണി തന്ന് നമ്മുടെ കയ്യിൽ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് തന്നിട്ട് ഉമ്മാരങ്ങ് പോകും. നമ്മൾ മാറി ഇരുന്നിട്ട് ഇരിക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു സാധനത്തിൽ നിന്നും വിഭിന്നമായി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പലപ്പോഴായിട്ട് കാണാൻ സാധിച്ചു, നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നവരെ നമ്മൾ തിരിച്ച് റെസ്പെക്ട് ചെയ്യാം. സോ എനിക്ക് കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ്. എത്ര കിട്ടിയാലും പഠിക്കത്തില്ല, പിന്നെയും ഇവരുടെ പുറകെ പോവുകയും ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും, എന്നാൽ ഇവര് നമ്മളെ ഭയങ്കര മോശമായിട്ട് ഇൻസൾട്ട് ചെയ്ത് വിടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നവരെ റെസ്പെക്ട് ചെയ്യുക എന്നതാണ് ഞാൻ എടുത്ത ഒന്നാമത്തെ വിഷൻ. ഈ വർഷം മൊത്തം ഞാൻ പരിപാലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷനാണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ വിഷൻ. ഇത് പ്രാവർത്തികമാകൂല്ലെന്നൊന്നും അറിയത്തില്ല. പട്ടിയുടെ വാല് കുഴലിനകത്ത് ഊതി കയറ്റിയാലും ഊതുമ്പോ പീപ്പി അടിക്കുമെന്നാണല്ലോ. അപ്പൊ എനിക്കറിയാൻ പാടില്ല. നമുക്ക് നോക്കാം ഈ ആദ്യത്തെ വിഷൻ നമ്മളെ കൊണ്ട് പ്രാവർത്തികമാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വിഷൻ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോ എന്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സിംപ്ലി ഹംബിൾ എന്ന് പറയുന്ന എന്റെ സെക്കൻഡറി ചാനലിലാണ്. എനിക്കൊരു മറ്റൊരു പ്രൈമറി ചാനലുണ്ട്, മാസ്റ്റർ മൈൻഡ് മനു. അപ്പോൾ പ്രൈമറി ചാനൽ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആണ്. അതിൽ നിന്ന് അത്യാവശ്യം കഞ്ഞി കുടിച്ച് പോകാനുള്ളതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. മനുഷ്യന്മാരുടെ പച്ചറച്ച് നിന്ന് ജീവിക്കുന്നത് മറ്റുള്ളവർ പറയുമെങ്കിലും റിയാക്ഷൻ ചാനലാണ്. അതിൽ നിന്ന് അത്യാവശ്യമുള്ള പേയ്മെന്റ് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഒരു ചാനൽ ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. ഈ ചാനൽ നമ്മളൊരു ഫോക്കസ് കൊടുത്തിട്ടേ ഇല്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഒരു ഫണ്ണ് ഒരു സാധനമായിരിക്കും. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൈ കടത്തുന്ന പച്ചറച്ച് തിന്നുന്നവനെ എന്നുള്ള ചോദ്യം ഈ ചാനലിൽ നമ്മൾ കേൾക്കത്തില്ല. അപ്പോൾ രണ്ടാമത്തെ എയിം എന്ന് പറഞ്ഞാൽ ഈ സിംപ്ലി ഹംബിൾ എന്ന് പറഞ്ഞ ഈ ചാനൽ, ഒരുപക്ഷെ ഞാൻ പേര് മാറ്റിയേക്കാം, ഈ ഒരു ചാനൽ നമ്മൾ മോണിറ്റൈസ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വാച്ച് അവേഴ്സ് ഒക്കെ മോശം ആ ഒരു അവസ്ഥയിലാണ്. ഇതിന്റെ വാച്ച് അവർ ആയാലും അതേപോലെ തന്നെ ഇതിന്റെ സബ്സ്ക്രൈബർ കൗണ്ട് ആയാലും. അപ്പൊ നമ്മൾ ഈ ഒരു ചാനലിനെ ഈ വർഷം തീരുന്നതിനുള്ളിൽ മോണിറ്റൈസ് ആക്കി അതിൽ നിന്നും വരുമാനം ഏൺ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സാധനം. ഈ ഏൺ ചെയ്യുന്ന വരുമാനത്തിൽ ഇപ്പോ ഈ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അന്ന് ഞാനൊരു സർപ്രൈസ് സാധനം തരുന്നതായിരിക്കും. അതെന്താന്ന് അന്ന് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ചാനൽ മോണിറ്റൈസ് ആകാനായിട്ട് നിങ്ങൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ ഫുൾ ആയിട്ട് കാണുക. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ. നമ്മുടെ മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോ പല ആൾക്കാർക്കും പലതരത്തിലുള്ള വരുമാനങ്ങൾ കാണും, റവന്യൂ കാണും. അപ്പോൾ നമുക്ക് ജോലിയുള്ളവർ കാണും, ഫുൾ ടൈം ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത് ചെയ്യുന്നവർ കാണും. സാമ്പത്തികമായിട്ട് ഒത്തിരി, അത് സാമ്പത്തിക ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നളിയെ, ഞാൻ ഈ കഴിഞ്ഞ വർഷം നേരിട്ട സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടല്ലോ, അതാണ് സാമ്പത്തിക ബുദ്ധിമുട്ട്. ആയതിനാൽ നമ്മളൊരു തീരുമാനത്തിലെടുക്കുന്നു, കൃത്യമായി വർക്ക് ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിലൂടെ കുറഞ്ഞത് ഒരു മാസം 50,000 രൂപ വരുമാനം നേടുക എന്നൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കണം. അതായത് നമ്മുടെ ജോലിയോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇൻകം ഒന്നുമല്ല, സോഷ്യൽ മീഡിയ എന്ന മാധ്യമത്തിലൂടെ 50,000 രൂപ ഉണ്ടാക്കുന്ന ഒരു മാസം 50,000 രൂപ കിട്ടുന്നൊരു വരുമാന സ്ഥിതിയിലേക്ക് വരണം. ഇതിലേക്ക് ഞാൻ എത്തുമെന്നൊക്കെ ഉള്ളത് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്റെ ഈ പ്ലാൻ കോപ്പി അടിച്ച് എന്നെ പോലെ ഒരു കിടിൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ പോലെ ഒരു പരാജയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നാലാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലില് ഇപ്പൊ നിലവിൽ 22,000 സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അതിനെ 1 lakh സബ്സ്ക്രൈബർ ആക്കുക എന്നുള്ളതാണ്. അതൊരു ഗംഭീര ടാസ്ക് ആണ്. കാരണം
22,000-ൽ നിന്നും 1,00,000 എന്ന് പറയുമ്പോൾ വലിയൊരു ദൂരമാണ്. അതിന് അതിഭീകരമായിട്ടുള്ള വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് അനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ ചാനലിലും വരുത്തേണ്ടി വരും. സോ 1,00,000 സബ്സ്ക്രൈബർ ഉള്ള അല്ലെങ്കിൽ 1,00,000 പേര് ഈ മോന്ത കണ്ടിട്ടുള്ള ഒരു ചാനലാക്കി ആ ചാനലിനെ മാറ്റുക എന്നുള്ളതാണ് എൻ്റെ 4ാമത്തെ എയിമായിട്ട് വരുന്നത്. 4ാമത്തെ ഞാൻ ഈ വർഷത്തിലിടുന്ന ഒരു ഗോളായിട്ട് വെക്കുന്നത്. ഇനി 5ാമത്തെ സംഭവമായിട്ട് നമ്മൾ പറയുന്നത്, ഇത് ഞാനിപ്പോൾ എഴുതി ചേർത്തിട്ടില്ല, 5ാമത്തെ സംഭവമായിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആളുകളായിരിക്കും ഞാനും എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പല ആൾക്കാരും. അപ്പോൾ എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീർക്കുക. എൻ്റെ സാമ്പത്തിക പ്രശ്നം തീർക്കണം, എൻ്റെ പൊന്നടോവൈ അമ്മാതിരി പ്രശ്നങ്ങൾ, സിബിലൊക്കെ താറുമാറ്. സിബിൽ സ്കോറൊക്കെ എൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ട സിബിൽ സ്കോർ തലതല്ലിച്ചാകും. അതാണ് എൻ്റെ സിബിൽ സ്കോറൊക്കെ. സോ നമുക്കിപ്പോൾ ഉള്ള കടങ്ങളെല്ലാം വീട്ടുക, അല്ലെങ്കിൽ ഈ കടങ്ങളിൽ നിന്നെല്ലാം പുറത്ത് ചാടുക, അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ എനിക്കുണ്ട്. അതുകൂടാതെ 2 ലക്ഷ്യങ്ങളൂടെ ഞാൻ എഴുതിയിട്ടില്ല, എൻ്റെ മനസ്സിലുണ്ട്. അത് ഈ വീഡിയോ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്നെ എഴുതും. എന്നിട്ട് ഇത് നിങ്ങളെ കാണിക്കുന്ന എപ്പോഴായിരിക്കും? ഈ വർഷം തീരുമ്പോൾ 2026 ഡിസംബർ 31-നോ 2027 ജനുവരി 1-നോ നമ്മൾ ഇതിന്റെ ഇതുമായിട്ടുള്ള കമ്പാരിസൺ പുറത്തുവിടും. അപ്പൊ ആ കമ്പാരിസണിൽ നമുക്ക് കാണിക്കാം എൻ്റെ ലാസ്റ്റിലത്തെ 2 സാധനം എന്താണെന്ന്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൃത്യമായിട്ട് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗസ് ചെയ്യുക. അതിൽ ഒരെണ്ണം ഒരു സാധനം വാങ്ങുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്നവർ അത് ഗസ് ചെയ്യുക. നമ്മളിപ്പോ പറഞ്ഞ സാധനങ്ങളൊക്കെ വളരെ ലളിതമായി ചുരുക്കി ഞാൻ ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ലാസ്റ്റിലത്തെ 2 പോയിന്റ് നമ്മൾ വിട്ടിട്ടുണ്ട്. ഈ വീഡിയോ കട്ട് ചെയ്യുമ്പോൾ ഞാൻ എഴുതി ചേർക്കും. ഇത് എന്നിട്ട് നമ്മുടെ ബെഡ്റൂമിൽ ഒട്ടിച്ചു വെക്കും. അതോടൊപ്പം തന്നെ ഈ പേപ്പറിൽ ഞാൻ കുറച്ച് നീളം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി കൂടുതൽ വിഷൻസ് ഈ വർഷം പോകെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ അതും നമ്മൾ ഇതിൽ എഴുതി ചേർക്കും. അത് എഴുതി ചേർക്കുമ്പോൾ ഇത് 2 ഹൈഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കും. സോ 5 വാറ് നിങ്ങൾ ഗസ് ചെയ്യുക. നമ്മൾ ഈ ഒരു വർഷമെങ്കിലും കൃത്യമായ പ്ലാനോടുകൂടിയും വ്യക്തമായ സ്ട്രാറ്റജികളോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നാണ് ആരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഒന്നെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് ഞാൻ ഒരു കിടിലുമായിട്ട് മാറും, അല്ലെങ്കിൽ ഇതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാതെ ഞാൻ വീണ്ടും ഒരു പരാജയമായി മാറും. ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഇതുപോലത്തെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അത് 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 ചെയ്യാനുള്ള പരിപാടി സെറ്റ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ട് എൻ്റെ കൂടെ നമ്മൾ സെറ്റ് ചെയ്യുക. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതിൽ ഓരോന്നിനും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാണുന്നവരെ ബൈ.